ഈ SFIയിൽ പാർട്ടി പിടിമുറുക്കാൻ പോവുകയാണ്. ആർഷോയെ എടുത്ത് മാറ്റിവെക്കും. ജില്ലാ കമ്മിറ്റി അംഗമായി അറിഞ്ഞോ? ആര്? PM ആർഷോ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടുത്തി. അത് ഞാൻ വായിച്ചു, അറിഞ്ഞു. പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി വരുമോ? ആരാ സംസ്ഥാന കമ്മിറ്റിൻ്റെ അടുത്ത് കളയത്തില്ലേ? പ്രായം കുറേ ആയെന്നേ. വിദ്യാർത്ഥിയൊന്നും അല്ലല്ലോ, വിദ്യാർത്ഥിയും കാര്യങ്ങളൊന്നും അല്ല. കുറെ സപ്ലി ഉണ്ട്, അതെല്ലാം പോയി എഴുതി തീർക്കട്ടെ. പഠിച്ച് പാസ്സാവട്ടെ. ഇങ്ങനെ ജയിക്കണ്ടേ? വെറുതെ വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാലേ, അങ്ങനെയൊക്കെ നടന്നാലും പരീക്ഷ എഴുതി പാസ്സാവണ്ടേ? കുറെ സപ്ലി ഉണ്ട്, ആ സപ്ലികളൊക്കെ ഓടി നടന്ന് എഴുതണം. എല്ലാം പാസ്സാവണം, എല്ലാം പാസ്സായിട്ട് മിടുക്കനായിട്ട് പോകട്ടെ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ പാർട്ടി SFIയിൽ നിയന്ത്രണം വരികയാണ്, നേതൃനിര മുഴുവൻ മാറാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ കാലത്തിന് ശേഷം SFIയിൽ നല്ല നേതാക്കന്മാരെല്ലാം SFIയിൽ നിന്ന് വന്ന നേതാക്കന്മാരാണ്. ഒട്ടേറെ നേതാക്കന്മാരെ നമുക്കറിയാം. പക്ഷേ ഇടക്കാലത്ത് SFI നിന്ന് അല്ലെങ്കിൽ SFIയിലേക്ക് വരുന്ന നേതാക്കന്മാർ പലപ്പോഴും സമൂഹം ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതമായി പെരുമാറും, അല്ലെങ്കിൽ പാർട്ടിയെ പലപ്പോഴും കുഴപ്പത്തിലാക്കുകയോ ചെയ്യുന്ന തലത്തിലേക്ക് പോവുകയാണ്. ഈ പാർട്ടി പലപ്പോഴും ഇതിനെല്ലാം മറുപടി പറയേണ്ട, എന്നിട്ടും തിരുത്താൻ തയ്യാറാകുന്നില്ല SFI. അവര് പോലീസിനെ തല്ലി, പോലീസിനെ വെല്ലുവിളിച്ചു, പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് പോലീസിനെ വെല്ലുവിളിച്ചു, പോലീസിനെ കയ്യേറ്റം ചെയ്തു. പിന്നീട് ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പ്രശ്നം, സിദ്ധാർത്ഥന്റെ, അതൊക്കെ മുങ്ങിപ്പോയല്ലേ? ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. CBI വന്നു, CBI അന്വേഷിക്കുന്നു. CBIക്ക് സമയത്ത് അത് ഓർഡർ ഇറക്കാൻ പോലും വൈകിച്ചു. പിന്നെ K വിദ്യ, നിഖിൽ തോമസ് അല്ലേ, നിഖിൽ തോമസ് കായംകുളത്ത്, പിന്നെ എക്സാം എഴുതാതെ പാസ്സായ ആള്. പിന്നെ K വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇവിടെ UUC വരെ മാറ്റി കളഞ്ഞു, ആൾ മാറാട്ട്. അല്ല, ഇങ്ങനെ ഈ നിരന്തരം പ്രശ്നങ്ങൾ വീണുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി തന്നെ ചിന്തിച്ചാണ് ഇത് അപകടമാണ് ഈ പോക്ക്, എന്നാ പിന്നെ ഇവരെ അടപടലം പേരുദോഷമാണ്, ഭയങ്കര പേരുദോഷം. മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ കൊണ്ടുവരാനുള്ള, പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു വയനാട് പിന്നെ ജില്ലാ സെക്രട്ടറി വനിതയാണ്, കണ്ണൂരും കാസർഗോഡും പ്രസിഡന്റുമാര് വനിതയാണ്. ഇത്രയേ ഉള്ളൂ ഇപ്പൊ പുതിയ മാറ്റം എന്ന് പറയുമ്പോൾ. ഇവർ തുല്യത എന്നൊക്കെ പറഞ്ഞ SFI എന്നൊക്കെ പറഞ്ഞാണ് തുള്ളുന്നുണ്ടെങ്കിലും ഇതിൽ ഇപ്പൊ വനിതകൾ ഇത്രയും പേരേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. പണ്ട് വനിതാ സഖാക്കൾ ധാരാളം ഉണ്ടായിരുന്നു. സഭയിൽ വനിതാ സഖാക്കൾ, സിന്ധു ജോയി, അങ്ങനെ പേരുകേട്ട ഒരുപാട് വനിതാ നേതാക്കൾ. എനിക്ക് ഇപ്പൊ പിന്നെ ഈ SFIയിലൂടെ വളർന്നു വന്ന വനിതാ നേതാക്കന്മാര് പിന്നീട് നമ്മള് മന്ത്രിമാരായും MLAമാരുമായിട്ടൊക്കെ പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 പേരാണ് മാറാൻ പോകുന്നത്. ഇപ്പൊ ഈ മാറുന്ന 10-ൽ 4 വനിതകളാണ്. KNശ്രീക്ക് 25 വയസ്സില്ലെന്ന് തോന്നുന്നു. 25 ഇവർ വെച്ചിരിക്കുന്ന പ്രായം. പിന്നെ നമ്മളുടെ പാർട്ടി ഒരു 2 കൊല്ലം കൂടിയൊക്കെ അധികം കൊടുക്കും, ഇളവ് കൊടുക്കാറുണ്ട്. പാർട്ടി 2 കൊല്ലം കൂടിയൊക്കെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ മിക്കതും ഒരൊറ്റ ടൈമിൽ ഇരുത്താറുള്ളായിരുന്നു. പിന്നെ ചില നല്ല നേതാക്കളെയൊക്കെ 2 ടൈം പാർട്ടി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ PM ആർഷോയാണ് ഇതിലിപ്പോൾ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട SFIയുടെ സംസ്ഥാന സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട് പ്രശ്നങ്ങൾ, അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും രീതിയും ഒക്കെ കാരണമാണ് അദ്ദേഹം ഈ ഇത്തരം കാര്യങ്ങളിൽ പെട്ടത്. ഇപ്പൊ KNശ്രീ എന്തായാലും ഇരുത്തത്തില്ലെന്നാണ് തോന്നുന്നത്. അനുശ്രീയെ മാറ്റും. ഇപ്പൊ ഭാരത 10-ൽ 4 വനിതകളാണ്. ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പൊ ഇരിക്കുന്നതിൽ 10-ൽ 4 വനിതാ സഹാക്കളാണ്, വനിതാ നേതാക്കളാണ് ഉള്ളത്. അപ്പൊ ആ 10-ൽ 10 പേര് പോകുമ്പോൾ അത്രയും പേരും പോവും. പക്ഷെ ഇപ്പൊ പുതിയ വനിതാ നേതാക്കൾ ഇല്ല, കുട്ടികൾ വരുന്നില്ല, ഇവരിലേക്ക് വരുന്നില്ല. കുട്ടികൾ, നല്ല പഠിക്കുന്ന കുട്ടികൾ ഇവരുടെ പ്രസ്ഥാനത്തിലേക്ക് വരാൻ ഇപ്പൊ തയ്യാറാകുന്നില്ല. SFIയുടെ ഒരു അകലം പാലിക്കുകയാണ്. SFIയെ കുറിച്ച് പറയുന്ന ചർച്ചകൾ പോലും ആളുകൾ കാണുന്നില്ല. കാര്യമായിട്ട് SFIയെ കുറിച്ച് നമ്മളിരുന്ന് ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് കാണാൻ പോലും ഇവിടെ ആളില്ല. കാര്യമായിട്ട് ആളുകൾക്ക് മടുത്തു. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ആലോചിക്കുന്നത്. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് നമുക്ക് എന്ത് ഇവന്മാരുടെ കാര്യം കേട്ടിട്ടില്ലേ നമുക്ക് സമയം പോകുന്നെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ചെമ്പഴന്തിയിലെ കോളേജിലെ ഒരു അധ്യാപകനെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് അടിച്ചായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഒരു മനോവേദന ഉണ്ടാക്കി. ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്, അധ്യാപകനായിരുന്ന ഒരാളാണ്. ജോണേട്ടനും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം നമ്മൾ സംസാരിച്ചു, പക്ഷെ ആരും കണ്ടില്ല. നമ്മളിവിടെ നിന്ന് കൂലങ്കുഷമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തി, യുവന്മാരൊന്നും ശരിയല്ല, യുവന്മാരുടെ TC ഒക്കെ ഇവരെ ഡിസ്മിസ് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാരെ കുറിച്ച് ആ ചർച്ചയെന്ന് മനസ്സിലായപ്പോൾ തുറന്നു പോലും നോക്കാൻ ആർക്കും താല്പര്യമില്ല. എന്നാലും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരും കണ്ടില്ലേലും കുഴപ്പമില്ല വെച്ചിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം
ഇവന്മാരുടെ ഇടയ്ക്ക് ഇത്തരം നേതൃത്വം ഇനി വരാൻ പാടില്ല. SFI എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന. അവരുടെ മെമ്പർഷിപ്പിൽ അത്രയും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഇല്ല. KSUവിനും ഇല്ല. KSUവിന് ക്യാമ്പസിൽ ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യ. ആ അവസ്ഥയിലാണ് അവർ പോകുന്നത്. സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് മറ്റേ അത് കുളിക്കാൻ വരുന്നതാണ്. അവര് വരും, പിന്നെ ബാരിക്കേഡ് പിടിച്ച് കുലുക്കും. മറ്റൊരു ഇല്ല വരുൺ കൊണ്ടുവച്ച്, വരുൺ എന്ന് വെച്ചാൽ ജലവീരങ്കി വെച്ച് അടിക്കും. ഇത് അവര് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ. ഞങ്ങളിത് പിടിച്ച് കുലുക്കും, നിങ്ങളിത് അടിക്കണം. ഇത് അവരുടെ സ്ഥിര പരിപാടിയാണ്. അവിടെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനോട് പറഞ്ഞു ഞങ്ങളിത് വന്ന് ബാരിക്കേഡ് വന്ന് കുലുക്കും. അത് മിക്ക നേതാക്കന്മാരും നമ്മുടെ ഒരു നേതാവുണ്ട്. അപ്പോൾ ഈ സമരമൊക്കെ നടന്ന സമയത്ത് ഈ അടുത്തൊരു സമരം ഉണ്ടായി, ഞാനത് ഓർക്കും. അപ്പം ഈ പിണറായി വിജയന്റെ മറ്റേ യാത്ര പോയല്ലോ അപ്പോൾ ആ സമയത്ത് മുക്കിന് തടയുന്ന കുണ്ട്ര വരുന്ന സമയത്ത് അവിടുത്തെ ഒരു വലിയ നേതാവ്, പിന്നെ എനിക്ക് കുണ്ട്രയോട്ട് ചെല്ലാനുള്ളതുകൊണ്ട് എൻ്റെ അങ്ങനെയുള്ള പൊസിഷനൊന്നും ഞാൻ പറയുന്നില്ല, അവിടുത്തെ ഒരു യുവ നേതാവാണ് പുള്ളി. അവിടെ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, എന്നെ വന്ന് പിടിച്ചോണ്ട് പോകണം. പോലീസിനെ വിളിച്ച് അങ്ങോട്ട് പറയുക. അപ്പം കരിങ്കൊടി കാണിക്കുന്നു. അതായത് മുഖ്യമന്ത്രി വരുന്ന വഴിക്ക് മുഖ്യമന്ത്രി അതിലെ പാസ് ചെയ്ത് വരും. അപ്പോൾ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇവരെ കരുതൽ തടങ്കലിലാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, എന്നെ നിങ്ങൾ വന്ന് പിടിച്ചോണ്ട് പോകണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വേറൊരു നേതാവ് സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. അപ്പോൾ അയാളുടെ അടുത്തോടെ നിന്റെ നേതാവ് എന്നതോ അവിടെ നിൽപ്പുണ്ട്, അവനെ പിടിച്ചോണ്ട് പോകണമെന്നാണ് പറയുന്നത്. അയാളെ ചെന്നെടുത്തോണ്ട് വന്ന് പിറ്റേന്ന് വാർത്ത ഇന്നാരെല്ലാം മുഖ്യമന്ത്രിയെ തടയാൻ വന്നു പോലീസ്. അപ്പൊ അയാളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ഗ്രാഫ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അല്ല, ഗ്രാഫ് ഉയർന്ന മാത്രമല്ല, അവൻ അവിടെ നിന്ന് അത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റോമാരത്തിൽ ഇടിക്കില്ലേ, ഇടിക്കും. അതുകൊണ്ട് പിടിച്ചോണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുന്ന വാർത്ത വരുമല്ലോ. അത് മറ്റോമാര് വെറുതെ ഇരിക്കൂ. അവര് നല്ല രീതി ജീവൻ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിൽ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ തിരിച്ചു കിട്ടിയത്. ജീവൻ രക്ഷാപ്രവർത്തകർക്ക് നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തു. അത് മറ്റേ ഒമാരത്ത് പോയി ചാടിക്കൊടുത്തു. ആരാ പിന്നെ സംഘപരിവാറിന്റെ അടുത്ത് പോയി ഈ അഭ്യാസം കാണിച്ചു. കടപ്പാക്കടയിൽ നിന്ന് ഓടിച്ചവന്മാര്, കടപ്പാക്കടയിൽ നിന്ന് 3-ാം കുറ്റി വരെ ഓടിച്ചോളഞ്ഞു. ഓടിച്ചിട്ട് ഇടിച്ചവന്മാര് അവന്മാർ കളിക്കില്ല. മറ്റേ ഈ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ കൊള്ളും, മറ്റവന്മാര് കൊള്ളത്തില്ല. അവന്മാരെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീക്ക് മേടിച്ചോണ്ട് പോകും, അടിമേടിക്കും. ചെന്ന് കഴിഞ്ഞാൽ കടപ്പാക്കടയിൽ നിന്ന് 3-ാം കുറ്റി വരെ ഓടിച്ചിട്ട് അടിച്ചവന്മാര് അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ വരുന്ന നേതൃത്വം ഇതിൽ മാറ്റം ഉണ്ടാകണം. ഈ നല്ലൊരു നേതൃത്വത്തെ കൊണ്ടുവരണം, വിദ്യാഭ്യാസമുള്ള പഠിക്കുന്നവരെ കൊണ്ടുവരണം. പഠിക്കുന്നവരെ കൊണ്ടുവന്നുള്ള ഗുണമെന്ന് പറയുന്നത് വിദ്യാർത്ഥി ആയിരിക്കുന്നവരെ, നല്ല വിദ്യാഭ്യാസത്തിലുള്ള പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സംഘടന നല്ല രീതിയിൽ പോകും. കാരണം ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ അക്രമത്തിലേക്ക് വലിച്ചിട്ട് കൊണ്ടുകൊടുക്കത്തില്ല. ഇടയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഗവർണറെ തടയുക, മുഖ്യമന്ത്രി ഗവർണറെ തടയുക, കേസെടുക്കുക. ഈ കുട്ടികൾക്ക് അറിയില്ല. ഇവർ പറയുന്നു നിങ്ങൾ പോയി ഗവർണറെ തടയാൻ പറയുന്നു. ഗവർണറെ തടഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കുന്നുണ്ട് ഒരു സൈഡിൽ. FIR ഇട്ട് പോവുകയാണ്. FIR വന്നുള്ള പ്രശ്നം എന്തോ, ഈ കേസ് FIR കോഷ് ചെയ്യാൻ പറ്റുമോ? സമയമെടുക്കത്തില്ല ഇതിന്റെ പുറകെ നടന്ന്. ഇപ്പൊ എന്ത് കാര്യത്തിലും PCC വേണ്ടേ? പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എന്ത് കാര്യത്തിന് എന്തോ കാര്യം വേണമെങ്കിലും PCC വേണം നമുക്കിപ്പോ. അപ്പൊ PCC കിട്ടത്തില്ല. ഈ കുട്ടികളുടെ ഭാവി പിന്നെ ഇരുട്ട് വീഴുകയാണ്. ഏതെങ്കിലും ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഞാനിവിടെ ഇതിനകത്ത് നിന്നാൽ തന്നെ പ്രശ്നമായിരുന്നു ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവിടുന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി നിന്നപ്പം SM കോളേജിൽ പിന്നെ നടന്ന പ്രശ്നത്തിൽ എൻ്റെ പേരെടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നു. എൻ്റെ പേരെടുത്ത് എഴുതി ഈ പേരും കൊടുക്കുക. ആ പേര് ഇവർ കൊടുക്കും കേട്ടോ. ഇവർ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ പിന്നെ നമ്മൾ ഈ സംഘടന വിട്ട് പോവില്ല. നമ്മൾ ഈ സംഘടന വിട്ട് പിന്നെ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിക്കോ, ഞാൻ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിക്ക്. അപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പേര് അത് അദ്ദേഹം പറഞ്ഞ ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയത്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ നിൽപ്പുണ്ട്, യൂണിവേഴ്സിറ്റിക്കാണ്. പിന്നെ പൊതുവെ ഈ പറയുന്ന പോലെ അക്രമ സംഭവങ്ങളായി നമ്മൾ ഇത് വേണ്ടാന്ന് പറയാറുണ്ട്. അത് അത്തരത്തിലുള്ള അക്രമത്തിനെതിരാണ്. അല്ല, വേണ്ടാന്ന് പറയാം. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അപ്പോൾ അവിടെ അന്ന് ഒരു കുട്ടിയെ വലിയ തോതിൽ ആക്രമിച്ചായിരുന്നു. മറ്റൊരു സംഘടനയിലെ ഒരു കുട്ടിയെ വലിയ തോതിൽ ആക്രമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പോയി തടസ്സം പിടിച്ചു. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പേര് കേട്ടു. പേര് കേട്ടു. ഞാൻ പറഞ്ഞത് പറ്റില്ല, അത് ശരിയല്ല എന്ന് പറയും. ഒരു കാര്യമില്ലാതെ ഒരു കുട്ടിയെ കാര്യമായിട്ട് കൈകാര്യം ചെയ്തു. ആ കുട്ടി ദീർഘകാലം പിന്നെ ആശുപത്രിയിലായിരുന്നു. ആ കുട്ടിക്ക് ദീർഘകാലം ആശുപത്രിയിലായി. അപ്പോൾ അത് തന്നെ ഞാൻ പോയി തടസ്സം പിടിച്ചായിരുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞു, മോശമാണെന്ന് പറഞ്ഞു, നിങ്ങളിത് കാണിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം നല്ല വരുവാക്കി ഈ കുട്ടിയെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു സഹായ ഫണ്ട് രൂപീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൈസ കൊടുത്തു. അപ്പോൾ അതും പിന്നെ അതും പിന്നെ നേതൃത്വത്തിൽ തന്നെ ചുറ്റും ഇറങ്ങും, നീ ചെയ്ത ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അതൊക്കെ ആ ഒരു കാര്യങ്ങളെ
നമുക്കത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്തു പറ്റില്ലല്ലോ. ഇങ്ങനെ കുട്ടികളല്ലേ, അതെ അതെ അതെ. കുട്ടികളാണ് അവരെ. നമ്മൾ നാളെ ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ അവിടെ തീർന്നതാണ്. ഇതിലെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ, ക്ലാസ്മേറ്റ്സിൽ പറയുന്ന പോലെ, ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളും വഴക്കും ഒക്കെ പറഞ്ഞ് ചിരിക്കാനുണ്ടെന്നല്ലാതെ ഈ പറയുന്ന പോലെ ഒരാളങ്ങനെ കായികപരമായ ആ രീതിയിൽ നേരിടാൻ പാടുണ്ടോ? അത് തലയ്ക്കൊക്കെ അടിച്ചത്. അതുപോലെ ഈ അക്രമത്തിലേക്ക് ഈ നല്ല നേതൃത്വം വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ അവർക്ക് പഠനത്തിൽ കൂടി ജാഗ്രത ഉണ്ടാവും. അപ്പോൾ എന്ത്, ഈ കുട്ടികളെ അക്രമത്തിലേക്ക് വിടാൻ അവർ പറയില്ല. ഇപ്പൊ പഠിക്കുക, ഒപ്പം പോരാടുക, അതാണ് മുദ്രാവാക്യം. അതാണ് മുദ്രാവാക്യം. പഠിക്കുക, പോരാടുക, ഒരു നേതൃത്വം വരട്ടെ. ആർഷമൊക്കെ പോയി പഠിക്കട്ടെ, പഠിച്ച് പാസ്സാവട്ടെ. എത്ര സപ്ലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എല്ലാ സപ്ലിയും അദ്ദേഹം പഠിച്ച് പാസ്സാവണം. യൂണിവേഴ്സിറ്റിക്ക് വെറുതെ പൈസ അടച്ച് എക്സാം ഫീസ് അടച്ചടച്ച് മുടിയരുത്. ആർഷയുടെ കുടുംബം പൂട്ടി പോകും അദ്ദേഹത്തിന്റെ സപ്ലിക്ക്, അദ്ദേഹം പരീക്ഷ ചെയ്ത എക്സാം ഫീസ് അടയ്ക്കാൻ നടന്ന. ശരി.